മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ പലതവണ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചില പരിപാടികളായിട്ട് ഇവിടെ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പം ഞങ്ങൾ ഒരു സമര പരിപാടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് എത്തിയത്. നിരവധി ആവശ്യങ്ങൾ നേരത്തെ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. എല്ലാ ജില്ലകളിലും അന്നൊക്കെ നല്ല രീതിയിലുള്ള സംഘടനാ സംവിധാനം, എല്ലാ വിഭാഗം കലാകാരന്മാരെയും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു സംഘടനയായിട്ട് നമ്മ മാറിയിട്ടുണ്ട്. കേരളത്തിലൊരു വലിയ കലാകാര സംഘടന എന്ന രീതിയിൽ ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ നിരന്തരം നടത്തിയ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് നന്മയ്ക്ക് കലാകാര ക്ഷേമനിധി, സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി എന്ന പേരിൽ ക്ഷേമനിധി രൂപീകരിക്കുന്നതിന് ഇടയായത്. അതിൽ സന്തോഷമുണ്ട്. ഇന്നിപ്പോ 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് 4000 രൂപ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്നു. പക്ഷെ ഈ പെൻഷൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ആ പെൻഷൻ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. 5000 രൂപയായിട്ടെങ്കിലും ആ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രധാന ഡിമാൻഡാണ്. അതുപോലെ തന്നെ വളരെ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് സാംസ്കാരിക വകുപ്പ് നൽകുന്ന ഒരു പെൻഷൻ ഉണ്ട്. വളരെ നേരത്തെ നൽകി വരുന്നതാണ്. അത് സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 ഉയർത്തിയപ്പോൾ ആ 1600 വിലയെ ഉൾപ്പെടുത്തി അത്തരം കലാകാരന്മാർക്ക് 1600 ലഭിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോ 2000 രൂപയായിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ ഈ കലാകാരന്മാരുടെ കാര്യത്തിൽ ഒരു പരിഗണന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ആ പെൻഷൻ മേടിക്കുന്ന ആളാണ്. അപ്പോൾ കേരളത്തിലെ 2 കലാകാരന്മാരെ 2 രീതിയിൽ കാണുക എന്നുള്ളൊരു അവസ്ഥ. ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർ 4000 ആണ്. അതിന് ക്ഷേമനിധിയുടെ ഭാഗമായിട്ടുള്ള പെൻഷനാണെന്ന് ന്യായം പറയുന്നു സർക്കാർ. പക്ഷേ ഈ കലാകാര പെൻഷൻ സാംസ്കാരിക വകുപ്പ് നൽകുന്ന പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്ന അവർക്ക് തുല്യമായിട്ടെങ്കിലും വർദ്ധിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് ഞങ്ങൾ സർക്കാരിനോട് ഈ സമരത്തിലൂടെ ചോദിക്കുന്നത്. അതുപോലെ ഈ 2 പെൻഷനും കൂടെ ഏകീകരിച്ച് കലാകാരന്മാരെ 2 തട്ടിലാക്കി നിർത്തേണ്ട കാര്യമില്ല. ഒരു ആനുകൂല്യങ്ങളും കലാകാരന്മാർക്ക് ഇല്ലാതിരുന്ന ഒരു കാലത്ത് 100 രൂപയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ കലാകാര പെൻഷൻ എന്ന് പറയുന്നത്. അന്ന് അവശ്യ കലാകാര പെൻഷൻ എന്നായിരുന്നു അതിന്റെ പേര്. ആ പേര് മാറ്റണം എന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കലാകാരന് അങ്ങനെ കലയ്ക്ക് ആവശ്യതയൊന്നുമില്ല, കലാകാരനെ മാത്രം അവശ്യ കലാകാരൻ എന്ന് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ ഞങ്ങൾ ഒരിക്കൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തു. ഇപ്പോഴല്ല, 2008 അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രികൾ അംഗീകരിക്കും. പിന്നീട് കലാകാര പെൻഷൻ എന്നുള്ള രീതിയിൽ അതിനെ വിശേഷിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ആ പെൻഷൻ പിന്നെ വർദ്ധിപ്പിച്ചാണ് 1600 ആക്കി. അതിപ്പോ ഏതാനും പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പോഴും കിട്ടുന്നത് ഈ 1600. അത് വർദ്ധിപ്പിക്കണം നമ്മൾ പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ ക്ഷേമനിധി പെൻഷനോടൊപ്പം അവരെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ എടുത്ത് ഈ കലാകാരന്മാർ 2 തട്ടിലാക്കുന്ന, അല്ലെങ്കിൽ 2 കണ്ണം കൊണ്ട് കാണുന്ന സമീപനം ഒഴിവാക്കണം എന്നുള്ളതാണ്. അതും കൂടെ ഞങ്ങളുടെ ഒരു സമരത്തിൽ വെച്ചിട്ടുള്ള നിർദ്ദേശമാണ്. നേരത്തെ നടന്ന സമരങ്ങളിലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, ഈ കലാകാര ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അവര് ഓൺലൈനിൽ മസ്റ്ററിംഗ് നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ സർട്ടിഫിക്കറ്റ് അയക്കുകയായിരുന്നു, ലൈഫ് സർട്ടിഫിക്കറ്റ് അയക്കുകയായിരുന്നു. അത് ഓൺലൈനിൽ മസ്റ്ററിംഗ് നടത്തണം എന്നുള്ളൊരു അറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പത്രങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ചിലവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. സാധാരണക്കാരായിട്ടുള്ള കലാകാരന്മാർ ഒരു പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സ്ഥിരം പത്രം വായിക്കാത്തവരോ TV കാണാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു കത്ത് പോലും അയക്കാതെ, അതുപോലെ കത്തിടപാടുകളിലൂടെയായിരുന്നു അവരെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ അയക്കാതെ ഇങ്ങനെ പത്രത്തിൽ കൊടുത്തിരുന്നു എന്നൊരു കാരണം പറഞ്ഞ് മസ്റ്ററിംഗ് നടത്താൻ വിട്ടുപോയി. അവര് സാധാരണ ചെയ്യുന്ന പോലെ ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചു. പക്ഷെ അവർ പെൻഷന് കാത്തിരുന്നു. പിറ്റത്തെ മാസം തൊട്ട് അവർക്ക് പെൻഷൻ കിട്ടിയില്ല. അപ്പൊ അത് ഒരു തവണ നമ്മൾ മന്ത്രിയായിട്ട് നേരിട്ട് നടത്തിയ ഒരു ചർച്ചയിൽ പിന്നീട് അവർ മസ്റ്ററിംഗ് നടത്തി കഴിഞ്ഞിട്ട് 3 മാസത്തെ 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഈ പേരിൽ ചെയ്തില്ല എന്ന പേരിൽ തടഞ്ഞു വെച്ച പെൻഷൻ അനുവദിച്ചില്ല. മസ്റ്ററിംഗ് നടത്തിയതിന് ശേഷമുള്ള പെൻഷനാണ് പിന്നെ അവർക്ക് കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കഴിഞ്ഞ 8/9/2024 വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഘടന 5,60,250 രൂപ നേരിട്ട് നോക്കി മന്ത്രിനെ എത്തിക്കാൻ പോയപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുത്ത് നേരിട്ട് സംസാരിച്ചതാണ്. അപ്പൊ അത് അദ്ദേഹം തന്നെ സമ്മതിച്ചു. മസ്റ്ററിംഗ് നടത്തുന്ന മുറയ്ക്ക്
കുടിശ്ശിക വരുത്തിയ ആ മാസങ്ങളിലെ പെൻഷനും കൂടെ അവർക്ക് അർഹതയുണ്ട് കൊടുക്കണം എന്ന് മന്ത്രി അന്ന് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ധാരാളം ആളുകൾ ഇപ്പോഴും ഈ ആനുകൂല്യങ്ങൾക്ക് പുറത്തു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വത്തിന് ഒരു അവസരം കൂടെ നൽകണം എന്നാണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം തത്വത്തിൽ മന്ത്രി അംഗീകരിക്കുകയും താമസം പിന്നെ അതിന് തീരുമാനം ഉണ്ടാവും, അത് പരിഗണിക്കും എന്നും കൂടെ അന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ പറയണ്ടായി. പക്ഷെ അതും പിന്നീട് ഒരു കാരണവശാലും അത് കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് സാംസ്കാരിക വകുപ്പിന് മറുപടി കിട്ടിയത്. അപ്പൊ ഇതൊക്കെ പ്രധാന പ്രശ്നങ്ങളാണ് ഈ സമരത്തിന്റെ. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കലാകാര സമൂഹത്തെ ഒന്നടക്കം ബാധിക്കുന്ന, കലാസംഘങ്ങളെ ബാധിക്കുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ് 10 മണിക്ക് ശേഷമുള്ള മൈക്ക് നിരോധന പ്രശ്നം. ഇത് വർഷത്തിലൊരിക്കൽ പരമ്പരാഗതമായിട്ട് നടന്നു വരുന്ന ഉത്സവങ്ങൾ, ക്ഷേത്രാചാര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 9-ക്കും 10 മണിക്കായിരിക്കും നാടകമോ ഗാനമേളൊക്കെ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പൊ അത് അനുവദിക്കാൻ കഴിയില്ല, 10 മണിക്ക് ശേഷം പരിപാടി പറ്റില്ല എന്നുള്ളതാണ് തീരുമാനം. ഹൈക്കോടതി വിധിയാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനൊരു ഇളവ് അനുവദിക്കണം എന്ന് പലതവണ മുഖ്യമന്ത്രിയായിട്ടുള്ള മുഖാമുഖ ചർച്ചയിലടക്കം നമ്മൾ നിവേദനം കൊടുത്തു. ഒരു വേള നേരിട്ട് സംസാരിക്കും കൂടെ ചെയ്തിട്ടുള്ളതാണ്. നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അത് ഒട്ടേറെ കലാകാരന്മാർക്ക് കലകൊണ്ട് ഉപജീവനം നടത്തുന്ന കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദികൾ നഷ്ടപ്പെടുക എന്നുള്ളതാണ് കൊണ്ട് സംഭവിച്ചത്. ഒത്തിരി വേദികൾക്ക് കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഈ നാടകം, അതുപോലെ തന്നെ ഗാനമേള, പല പരിപാടി, പല മേഖലയിൽപ്പെട്ടവർക്ക് ഈ പ്രശ്നമാണ്. അപ്പൊ അതിനൊരു ഇളവ് അനുവദിക്കണം. 10 മണിയിൽ നിന്ന് ഒരു 12 മണി വരെയെങ്കിലും അനുവദിക്കാൻ സർക്കാരിൻ്റെ ഒരു ഇടപെടലില്ലാതെ നടത്തില്ല. അതും കൂടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള ആവശ്യങ്ങളാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ വളരെ വിവേചനപരമായിട്ടൊരു കാര്യം, ഈ 1600 കിട്ടുന്ന കലാകാര പെൻഷൻ സ്വാഭാവികമായിട്ടും സാമൂഹ്യക്ഷേമ പെൻഷന് തുല്യമായിട്ട് നൽകാൻ സർക്കാരിന് അങ്ങേറ്റം ബാധ്യതയുണ്ട്. അത് കലാകാരന്മാരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വരുന്ന 17-ാം തീയതി, ഫെബ്രുവരി 26-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് 26-ാം തീയതി നടക്കുന്നു. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരെ, തന്മയുടെ പ്രവർത്തകരയിൽ പങ്കെടുക്കും, മറ്റു കലാകാരന്മാരും പങ്കെടുക്കും. അതുപോലെ തന്നെ 17-ന് ഈ സമരത്തിന്റെ അല്ലെങ്കിൽ ഈ വിഷയങ്ങളുടെ ഗൗരവവും ഇതിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലും മറ്റു കലാകാര സംഘടനകളുണ്ട് അവരൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അധികാര കേന്ദ്രങ്ങളിലേക്ക് കുറേയും കൂടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും വിവിധ മേഖലകളിലെ വളരെ പ്രചാരണത്തോടുകൂടി ഒരു കലാസായാഹ്ന പ്രതിഷേധ ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 17-ാം തീയതി തൃശ്ശൂർ ജില്ലയിലെ 5-6 കേന്ദ്രങ്ങളിലായിട്ട് നടക്കും. കൊടുങ്ങല്ലൂര്, ഇരിഞ്ഞാലക്കുട, നാട്ടിക, കുന്നംകുളം, തൃശ്ശൂര്, വടക്കാഞ്ചേരി മേഖലകളിൽ അത്തരം ആ സമര പരിപാടി വൈകിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് 17-ാം തീയതി. ഇതാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ. മറ്റൊരു ഡിമാൻഡ്, അതും വർഷമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പോ കലാപഠനം കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് നന്മ തുടങ്ങിയെന്ന് തൊട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന നിവേദനങ്ങളിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും ഒരു പരിധി വരെ അത് അംഗീകരിക്കാനും ഇപ്പോൾ 3-4 വിഷയങ്ങൾ, സിനിമ, നാടകം, ചിത്രകല, സംഗീതം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതിന് അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. കലാപഠനം തത്വത്തിൽ ഉൾപ്പെടുത്താൻ പാഠപുസ്തകങ്ങൾ തന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള ഡിവിഷനുകൾക്ക് പാഠപുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പഠിപ്പിക്കാനുള്ള അധ്യാപകർ വളരെ കുറവാണ്. ഒരുപക്ഷെ കലയുമായിട്ട് ബന്ധമില്ലാത്ത അധ്യാപകരെ വരെ സ്കൂളിൽ മറ്റ് സ്റ്റാഫിനെ വരെ ആ പീരീഡിന് നിയമിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ തൊഴിലില്ലാതെ നിൽക്കുന്ന ഒട്ടേറെ കലാകാരന്മാർ യോഗ്യരായിട്ടുള്ളവരുണ്ട്. അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം. കലാപഠനത്തിന് കൂടുതൽ സമയം നീക്കിവെക്കണം. അതനുസരിച്ച് കലാധ്യാപകരെ കൂടുതൽ നിയമിക്കി അവർക്ക് സ്ഥിര നിയമനത്തിനുള്ള സൗകര്യം ഉണ്ടാക്കണം. തൊഴിലവസരങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ 10 വർഷത്തിനുള്ളിലെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ നല്ല രീതിയിൽ ഇടപെട്ട സർക്കാരാണ് സർക്കാർ. അത് ഞങ്ങൾ മറക്കുന്നില്ല. അതേസമയം ഇത്തരം ചില കാര്യങ്ങളും കൂടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി ഞങ്ങളുടെ നന്മയുടെ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള മനോഹൻ, അതുപോലെ
സംസ്ഥാന സെക്രട്ടറി, മേഖലയുടെ സെക്രട്ടറി കൂടിയായിട്ട് ശൈലി രഞ്ജിത്ത്, സർഗവനിതയുടെ നമ്മുടെ വനിതാ വിഭാഗമാണ് സർഗവനിത. ആ സർഗവനിതയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷീലാമണി. പിന്നെ ഈ ഡെലിവേഴ്സിനെ പ്രത്യേകം നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നന്മയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരാളാണ്. തൃശ്ശൂർ മേഖലയുടെ പ്രസിഡന്റും കൂടിയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് 30,000-നടുത്ത് മെമ്പർമാരുണ്ട് എല്ലാ ജില്ലയിലുമായിട്ട്. ഈ കലാകാര ബോർഡില് അതിന് കൃത്യമായിട്ടുള്ള കണക്ക് അത് എല്ലാ നാടകക്കാർ മാത്രമല്ല, ഞങ്ങളുടെ സംഘടനയിൽ എല്ലാ വിഭാഗമുണ്ട്. അത് കലാകാരന്മാരെല്ലാവരും വിടും. അത് സംഗീത നാടക അക്കാദമി വഴിക്ക് ആണ് അതിന്റെ പെൻഷൻ, അവശ്യ കലാകാര പെൻഷൻ എന്ന പേരിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് പിന്നീട് മാറ്റി ശ്രീ M.A. ദേവി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് 2008 ഞങ്ങൾ കൊടുത്ത നിവേദനത്തിൽ ഇത് വളരെ ഗൗരവമായിട്ട് പറഞ്ഞു. കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നത് അവശ്യ കർഷക തൊഴിലാളി എന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അവശ്യ വ്യവസായ തൊഴിലാളി എന്ന് പറഞ്ഞിട്ടല്ല. പിന്നെ കലാകാരന്മാരുടെ ഈ അവസ്ഥ എന്നുള്ളൊരു വാക്ക് അനാവശ്യമായിട്ടുള്ളൊരു വാക്കാണ്, അവർക്ക് അവമാനകരമായിട്ടുള്ളൊരു വാക്കാണ് എന്ന രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം അപ്പം തന്നെ അത് അംഗീകരിക്കുകയും പിന്നീടുള്ള ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് പിന്നെ അതിന്റെ അപ്ലിക്കേഷൻ ഫോമുകളൊക്കെ കലാകാര പെൻഷൻ മാത്രമായിട്ട് അടിച്ചു വരാൻ തുടങ്ങി. ഇപ്പോഴും നമ്മുടെ ആളുകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരാണ് ഇപ്പോൾ ആവശ്യ കലാകാരൻ തന്നെയാണ് പ്രശ്നിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വിരോധമുള്ള കാര്യം. അതെ അതെ, അത് ക്ഷേമനിധി തുടങ്ങിയത് 2011 അന്നത്തെ അച്യുതാനന്ദൻ സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു ബില്ല് ഇന്ത്യയിലായിട്ട് ആദ്യമായിട്ടാണ് കലാകാരന്മാർക്ക് ക്ഷേമനിധി എന്ന രീതിയിൽ ബില്ല് പാസ്സാക്കുന്നത്. നിരന്തരം നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് ആ സർക്കാർ അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉള്ള സർക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബില്ല് പാസ്സാക്കി നിയമമായി. പക്ഷെ പിന്നീട് വന്ന UDF സർക്കാർ അത് മടിച്ചാണെങ്കിലും അത് നടപ്പാക്കാൻ നിർബന്ധിതരായി. അപ്പോൾ അന്നൊരു ഉഭയകക്ഷി ചർച്ച വെച്ചു. ആ ചർച്ചയിൽ വളരെ വൈകി വന്നൊരു ക്ഷേമ പെൻഷൻ എന്ന രീതിയിൽ 80 വയസ്സും 60 വയസ്സും 90 വയസ്സുമായിട്ടുള്ള കലാകാരന്മാരുണ്ട്. 60 വയസ്സ് വരെ ക്ഷേമനിധി അംഗത്വം നൽകാൻ കഴിയുള്ളൂ എന്നുള്ളൊരു നിലവിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടല്ലോ എല്ലാ മറ്റുള്ള ക്ഷേമനിധി. അപ്പോൾ കലാകാരന്മാരുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കലാകാരന്മാർക്കും കൂടെ ആനുകൂല്യം കിട്ടണം. അപ്പൊ 5 വർഷത്തെ അംശാദായം, ഒരു മാസത്തിൽ 50 രൂപയാണ് അംശാദായം. ആ 5 വർഷത്തെ അംശാദായം ഒന്നിച്ചടച്ചാൽ അത്തരം കലാകാരന്മാർക്ക് കൂടെ പെൻഷൻ അനുവദിക്കും എന്ന രീതിയിൽ തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ തലത്തിലും മറ്റു തലത്തിലൊക്കെ അതിന്റെ വർക്കുകൾ നടന്നു. ഒരുപാട് കലാകാരന്മാർ ആ രീതിയിലേക്ക് വന്നു. അന്ന് ഈ സാംസ്കാരിക വകുപ്പ് വഴി നൽകുന്ന പെൻഷൻ അന്ന് 600 രൂപയാണ്. അത് 45 രൂപയിൽ തുടങ്ങിയതാണ്. അതങ്ങനെ പടിപടിയായി വർദ്ധിപ്പിച്ചിട്ട് അന്ന് 600 രൂപയും 500 രൂപയൊക്കെ ആയിരുന്നു. ആ പെൻഷൻ പിന്നീട് ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് പിന്നെ 750 ആക്കി മാറ്റി. 750 പിന്നെ ഒറ്റടിക്ക് ഈ ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്ത്, കഴിഞ്ഞ സർക്കാരിന്റെ ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ 1600 വർദ്ധിപ്പിച്ചു. അതിപ്പോ അവർക്ക് മാത്രം അത് വർധനവില്ല, മറ്റ് സാമൂഹ്യ ക്ഷേമ പെൻഷനും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റെല്ലാവർക്കും ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കലാകാരന്മാരെ ഇപ്പോഴും അവഗണന നേരിടുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചതിന് 2 കാര്യമുണ്ട്. അപ്പൊ അന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിലും 2 തവണ അതിന് അവസരം കൊടുത്തു. പിന്നെ ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ സർക്കാർ അങ്ങനെ പ്രത്യേക അറിയിപ്പൊന്നും ഈ രീതിയിൽ ആളുകൾക്ക് കിട്ടിയിട്ടില്ലതായിട്ട് അറിയില്ല. പലരും അത് അറിഞ്ഞിട്ട് പോലുമില്ല. ഒരു സുപ്രഭാതത്തിൽ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ഇനി ചേരാൻ കഴിയില്ല, 60 വയസ്സ് കഴിഞ്ഞവർക്ക് ചേരാൻ കഴിയില്ല എന്നുള്ളൊരു അങ്ങനെ തീരുമാനം ക്ഷേമനിധി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിനെതിരായിട്ട് പിന്നെ ഒരുപാട് ഇടപെടൽ ഞങ്ങൾ നടത്തി. പക്ഷെ അതിനൊന്നും പിന്നെ പരിഹാരം ഉണ്ടായില്ല. അപ്പൊ ഒരു അവസരം കൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അത് കഴിഞ്ഞ തവണ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള സംസ്ഥാനത്തില് മന്ത്രി ഓഫീസിൽ നിന്നിട്ട് ഞങ്ങൾ നിവേദക സംഘം സംസാരിച്ചപ്പോൾ അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഒരു ചുരുങ്ങിയൊരു പീരീഡ് കൂടെ നിങ്ങൾക്ക് അതിന് അനുവദിക്കും, 60 വയസ്സ് കഴിഞ്ഞവർക്ക് അതിനുള്ള അവസരം ഒരുക്കും എന്ന് പറഞ്ഞതാണ്. അത് പിന്നെ നടക്കാതെ പോയി. അതുപോലെ തന്നെയാണ് ഈ കലാകാര പെൻഷനും വർദ്ധിപ്പിക്കണം എന്നുള്ള തീരുമാനം പറഞ്ഞത്. അതും നടത്താം എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ പുറകോട്ട് പോയിരിക്കുകയാണ്. അല്ല, അതിപ്പോ നമുക്ക് പറയാൻ കഴിയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല രീതിയിലുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു എന്ന നിവേദക സംഘത്തിൽ ഞങ്ങൾ അദ്ദേഹം ഓഫീസിൽ നിന്ന് സംസാരിച്ചതാണ്. നന്മ ആവശ്യപ്പെട്ട 2 കാര്യങ്ങളും ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നു, അത് ഉറപ്പാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷമായിട്ട് പോവാം. ഇപ്പൊ തന്നെ മസ്റ്ററിങ്
നടത്തിയ മുറയ്ക്ക് കുടിശ്ശിക പെൻഷൻ അടക്കം നടത്തിയ മാസങ്ങൾ കൊടുക്കാതിരുന്ന കുടിശ്ശിക അടക്കം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറിപ്പെഴുതിയിട്ട് അദ്ദേഹം ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, സെക്രട്ടറിയോടും കൂടെ ഒന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് സെക്രട്ടറിയോടും കൂടെ ചെന്ന് പറഞ്ഞു. കുറിപ്പ് അദ്ദേഹം അവിടുത്തെ മറ്റൊരാൾക്ക് കൊടുത്തു വിട്ടു. ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചാണ് നന്മയുടെ ഈ പ്രശ്നം ഇത് പരിഹരിക്കുന്ന പ്രശ്നമാണ്, ഇതിനാൽ ഇത്ര വീഴുന്നു എന്തൊക്കെ പറഞ്ഞു അദ്ദേഹം പറയണ്ടായി ഞങ്ങളോട്. അത്രയും ഞങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളത് അറിയില്ല. പിന്നെ സാംസ്കാരിക വകുപ്പിന്റെ ഒരു കത്ത് ഒന്നും ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല, 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ മയക്ക് നിരോധനത്തിന്റെ പ്രശ്നം പൊതുവെ വളരെയധികം ഞങ്ങൾ മാത്രമല്ല കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കേരളം നാടക സംഘങ്ങൾ, കലാസംഘങ്ങൾ ഇതുകൊണ്ട് ദുരിതമനുഭവിക്കുന്നുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യത്തിലൊക്കെ ഇപ്പോൾ പ്രളയകാലത്തായാലും ശരി, അതുപോലെ തന്നെ കോവിഡിന്റെ കാലത്തും വയനാട് ദുരന്ത സമയത്തൊക്കെ സമൂഹത്തിനൊപ്പം ചേർന്ന് നിന്ന സംഘടനയാണ് നന്മ. മറ്റ് കലാകാര സംഘടനകൾ അത്തരം കാര്യങ്ങൾ മുഖം തിരിച്ചു നിന്നപ്പോഴും നന്മയുടെ ആളുകൾ, നന്മയുടെ പ്രവർത്തകര് ആ പ്രവർത്തകരിൽ നിന്ന് പിരിവെടുത്തിട്ട്, പൊതുജനങ്ങളിൽ നിന്നല്ല നന്മയുടെ അംഗങ്ങളിൽ നിന്നും പിരിവെടുത്തിട്ട്, കാരണം സമൂഹത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് കലാകാരന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയുന്നൊരു സംഘടനയാണ് നന്മ. ആ നിലയ്ക്ക് നമ്മളെ ഏർപ്പെടുകയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക അടക്കമുള്ള സഹായങ്ങൾ എപ്പോഴും ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സമരമല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ മാർഗമില്ല. ഞാൻ മാത്രം സംസാരിക്കുന്നില്ല, ഞങ്ങളുടെ പ്രസിഡന്റ് ഉണ്ട്, ഡേവിസ് ഉണ്ട്, രഞ്ജിത്ത്, ഷീലാമണി, ഇവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഏകദേശം ഇപ്പൊ മനസ്സിലാക്കുന്ന ഒരു 5000-അടുത്തുള്ളൂ. അതിപ്പോ ഈ കഴിഞ്ഞ തവണ മന്ത്രിയുടെ ഒരു പ്രസ്താവനയില് പറഞ്ഞതാണ്. അതിന് മുമ്പ് അതിലും കൂടുതൽ ആളുകൾ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പോഴും അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. അല്ല, ഇദ്ദേഹം അടിമുടി കലാകാരനായിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം കല മാത്രം ഉപജീവനായിട്ട് കഴിയുന്ന ഒരു കുടുംബം മുഴുവൻ കലാകാരൻ എന്നുള്ള രീതിയിൽ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം 1600 രൂപയാണ് ഈ പെൻഷന് സാംസ്കാരിക വകുപ്പ് ഒഴുക്കിയുള്ള പെൻഷൻ സംഗീത അക്കാദമിയായിട്ട് അപേക്ഷിച്ചിട്ടാണ് പോവുക. അദ്ദേഹത്തിന് കിട്ടുന്നത് 550 രൂപ മതി. ഞാൻ മേടിച്ചു തുടങ്ങി. അതെ, അത് പിന്നെ 1600 കിട്ടുന്നുണ്ടല്ലോ. അന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇത് വർദ്ധിപ്പിക്കണം. ഇത് ഈ ക്ഷേമനിധി പെൻഷൻ തുല്യമായിട്ട് വർദ്ധിപ്പിക്കണം. ഒരു കലാകാരന്മാർ 2 തട്ടിലാക്കുന്ന ഒരു സ്വഭാവം നമ്മൾ 2 കണ്ണുകൊണ്ട് കാണേണ്ട കാര്യമില്ലല്ലോ. ഇതിനേക്കാൾ ഇപ്പൊ ഈ ക്ഷേമനിധി പെൻഷന് മറ്റേ വരുമാന പരിധിയൊന്നുമില്ല, വരുമാന പരിധിയൊന്നും ചോദിക്കുന്നില്ല, സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല. പക്ഷെ ഈ പെൻഷന് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, എങ്കിലേ കിട്ടുന്നുള്ളൂ. പിന്നെ പാവങ്ങളിൽ പാവങ്ങളായ കലാകാരന്മാരാണ് പണ്ട് കാലം തൊട്ട്. അതാണ് ഈ അവശതാന്ന് പേര് വന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. മേടിക്കുന്നവർക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഉണ്ട്, അത് ഫാമിലി പെൻഷനാണ്. അതൊക്കെ ഉണ്ട്. മരണാനന്തരങ്ങൾക്ക് സഹായമുണ്ട്, പെൺകുട്ടികൾ വിവാഹത്തിന് സഹായമുണ്ട്. എല്ലാ ക്ഷേമനിധിക്കും 1600 മേടിക്കുന്നവർക്ക് ഒരു സഹായം ഇല്ല. അതുകൊണ്ടാണ് ഇത് അപ്പൊ അതുകൊണ്ട് ഇത് ഏകീകരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, അന്വേഷിച്ചപ്പോ 3000 ആളുകൾക്കാണ് ഈ കലാകാര പെൻഷൻ സാംസ്കാരിക വകുപ്പ് നൽകുന്നത്. അപ്പൊ സർക്കാർ അത് ഞങ്ങൾ കൊടുത്ത ഇത്തരം നിവേദനങ്ങളുടെ സർക്കാർ പറഞ്ഞ മറുപടി അത് ക്ഷേമനിധി പെൻഷനാണ്, അവര് അംശാദായം അടച്ചിട്ടാണ്. ഇത് അംശാദായം അടയ്ക്കാതെ സർക്കാർ നേരിട്ട് കൊടുക്കുന്ന ഒരു സൗജന്യമാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. ക്ഷേമനിധി പെൻഷൻ നമുക്ക് വരുന്നത് ടിക്കറ്റിന്റെ, സിനിമ ടിക്കറ്റിന്റെ മനസ്സിലായി. മറ്റേത് പക്ഷെ സർക്കാർ നേരിട്ട് കൊടുക്കണം. അതാണ് അവർ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇടപെട്ടിട്ട് ഇത് ഒരു ഒറ്റ സർക്കാരിന് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. ഒരു ന്യായം വെച്ചല്ലോ. കാരണം ഇപ്പോ 3000 രൂപ അംശാദായം ഒന്നിച്ചടച്ചാൽ 5 വർഷത്തെ അംശാദായം ഒന്നിച്ചടച്ചാൽ 60 വയസ്സ് കഴിഞ്ഞവർക്കും പെൻഷൻ കൊടുക്കാന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ 90,000 80,000 പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന് തീരുമാനിക്കാം, അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിന് തീരുമാനിക്കാം. അവരെ പെൻഷൻ അപേക്ഷിക്കുമ്പോ എത്ര അംശാദായത്തിലേക്ക് വരാനുണ്ട്, അപ്പൊ അതിനൊരു ഇളവ് അനുവദിച്ചുകൊണ്ട് 3000 എന്നുള്ളത് കുറച്ചുകൂടെ കൂട്ടിക്കോട്ടെ. അല്ല, 6000 7000 പ്രശ്നമില്ല. അത് കൊടുത്താലും അവർക്ക് 4000 രൂപ ഇന്നത്തെ മാസം തൊട്ട് പെൻഷൻ കിട്ടുമല്ലോ. അങ്ങനെ ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഒന്നിച്ചാക്കിക്കൂടെ. പിന്നെ ഈ 2 രീതിയിൽ തട്ടിലാക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. പക്ഷെ അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന മറുപടി ഇതാണ്, അത് ഒരിക്കലും പറ്റില്ല, അംഗീകരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. അർത്ഥമുറിച്ച മറുപടിയാണ് കിട്ടിയത്. പക്ഷെ ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 1600 അത് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സർക്കാരിനെ എന്നുള്ളതാണ്. അല്ല, എല്ലാ പെൻഷനുകളും വർദ്ധിപ്പിച്ചു.
എല്ലാവർക്കും ആനുകൂല്യങ്ങൾ ഇത് വർദ്ധിപ്പിച്ചില്ല, കലാകാര പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രളയമായപ്പോഴും കോവിഡ് ആയപ്പോഴും കലാകാരൻ മുറുക്കി കെട്ടാൻ സർക്കാർ പറഞ്ഞപ്പോ സർക്കാരിന്റെ ബഡ്ജറ്റ് ഇതൊക്കെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കാണ് മാറ്റി വയ്ക്കേണ്ടത്, ആദ്യം കട്ട് ചെയ്തത്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വയറ് മുറുക്കി കെട്ടി പിന്നീട് സർക്കാർ സ്കീമുകളിലുള്ള പരിപാടികളൊക്കെ കലാകാരന്മാർക്ക് കുറവാണ്. അതൊരു കാര്യം. രണ്ടാമത്, ഈ ബഹുഭൂരിപക്ഷം വരുന്ന ചെറുകിട കലാകാരന്മാരെ അല്ലെങ്കിൽ സീസണിലാണ് അവരുടെ ഈ തൊഴിലെന്ന് പറയുന്നത്. അതായത് ഒരു വർഷം മുഴുവൻ പണിയെടുക്കാൻ പറ്റുന്ന ആളുകളല്ല, അല്ലെങ്കിൽ അങ്ങനെ അവസരങ്ങളില്ലാത്തതാണ്. അപ്പൊ അങ്ങനെ ഞെങ്ങി ഞെരുങ്ങി കലാകാരനായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ പെൻഷൻ സ്കീമുകളിലൊക്കെ ആവശ്യപ്പെടുന്നത്. എന്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാലും സർക്കാരിന്റെ ഈ ഒരു ഇതിൽ നിന്ന് 1400, 1600, 2000 ആകുന്നുണ്ടായിരുന്നു. അത് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പൊ നമ്മൾ സർക്കാരിനെ കുറ്റപ്പെടുത്തണമൊന്നുമില്ല, പക്ഷെ ഈ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഈ 10 വർഷത്തിനകമാണ് ഇപ്പൊ ഈ പല ആനുകൂല്യങ്ങൾ, ഇപ്പൊ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ പേരിൽ ഇപ്പോ ഒത്തിരി ആളുകൾക്ക് ഒരു വരുമാന മാർഗമായിട്ട് മാറി. ഇതൊക്കെ നന്മ തുടങ്ങിയ കാലത്ത് ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്. സ്കൂൾ ഗ്രാമീണ അതുപോലെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങൾ, നാളെ പോലത്തെ സർക്കാർ അംഗീകൃത അക്കാദമിക്കായിട്ട് കല പഠിച്ചിറങ്ങിയവർക്ക് തൊഴിലില്ലാതെ നടക്കുന്നു. അവർക്ക് താൽക്കാലിക ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ അവരെ ഏതെങ്കിലും രീതിയിൽ സർക്കാരിന്റെ ഇത്തരം കാര്യങ്ങളിൽ സ്കൂളുകളിലൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്നുള്ളൊരു സ്കീം കൊണ്ടുവന്നായിരുന്നു. ആളെ വർദ്ധിപ്പിക്കണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടുമ്പോഴും അതിൽ 1000 തന്നെ നിർത്തിയിരിക്കുകയാണ്. അത് 1000 പേരെയാണ്. 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും പുതിയ ഒരു ബാച്ച് 1000 പേര്, അങ്ങനെയാണ്. അതുപോലെ ഇപ്പൊ ഈ സ്പെഷ്യൽ ടീച്ചർ തസ്തികയുടെ കാര്യത്തിൽ അതും നന്മ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ഒരു പരിധി വരെ അത് കുറെ ആളുകൾക്കെങ്കിലും തൊഴിൽ കിട്ടാൻ സഹായകമായിട്ടുണ്ട്. അവരുടെ ശമ്പളത്തിലൊക്കെ വളരെ കുറവുണ്ട്, അത്തരം കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് എല്ലാ കാലത്തും ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ച് സമരം ചെയ്യും. ആ സമരത്തിന്റെ കൂടെ ഉറച്ചു നിന്ന് നമ്മളത് നേടിയെടുക്കുന്നതിന് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നന്മ. അപ്പൊ അതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമരം ചെയ്താലേ നടക്കുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. സമരത്തിൽ കൂടെ അല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് നന്മ ഇപ്പൊ ഈ ഒരു കാലത്ത് അങ്ങനെ ഒരു പ്രത്യേക സമര പരിപാടിക്ക് തയ്യാറായത്. ഇപ്പൊ തൃശ്ശൂർ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് 17-ാം തീയതി തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു കലാസായാഹ്നത്തില് എന്റെ സെക്രട്ടറിക്ക് വല്ലതും പറയുകയാണെങ്കിൽ പറയാം. അല്ല, ഇപ്പൊ നമ്മൾക്ക് പരാമർശ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ ജില്ലയിലും ജില്ലാ കമ്മിറ്റികളുണ്ട്, ശക്തമായിട്ട് മേഖലാ കമ്മിറ്റികൾ, യൂണിറ്റ് കമ്മിറ്റികൾ. അപ്പൊ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വലിയ ഒരു മാർച്ച് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രചരണാർത്ഥം ഒരു കലാകാര സായാഹ്ന ധർണ 17-ാം തീയതി നമ്മൾ നടത്താണ്. അതിപ്പോ അക്കാഡമിയുടെ അവിടെ മുറ്റത്തുനിന്ന് ജാഥ ആരംഭിച്ചിട്ട്, കലാകാര ജാഥ ആരംഭിച്ചിട്ട് PMS സ്ക്വയറിന്റെ അവിടെ ധർണ നടത്താനാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള മേഖലകൾ, ഇത്തരം പ്രധാന കേന്ദ്രങ്ങളിൽ 17-ാം തീയതി സായാഹ്ന ധർണ നടത്തും. ഈ സായാഹ്ന ധർണയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാർച്ചും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യവും ജനങ്ങളിലെത്തണം. അത് നിങ്ങളുടെ കൂടി അനുസരണം ആ രീതിയിൽ ഉണ്ടാവണം. 9/2024 ഞങ്ങളൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ഇതേ ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോ അന്ന് തന്ന ഉറപ്പാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്. മന്ത്രിയായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി നൽകിയ ഉറപ്പായിരുന്നു 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവസരം നൽകുന്നു. അതുപോലെ തന്നെ ഈ കലാകാര പെൻഷൻ വർദ്ധിപ്പിക്കുന്നുള്ള തീരുമാനം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ നടക്കാറുണ്ട്. അപ്പോൾ ഈ നടക്കണമെങ്കിൽ ഇനിയും സമരം ചെയ്യുക എന്നുള്ളതാണ്. അന്ന് 1000-ഓളം ആളുകളെ പങ്കെടുത്തൊരു സമരമായിരുന്നു സെക്രട്ടേറിയറ്റിനുള്ളിൽ ഞങ്ങൾ നടത്തിയത്. തവണയും അതുപോലെ നല്ലൊരു സമരം നടത്തണം. അത് പറഞ്ഞ ജില്ലകളിലും കൂടെ ഈ സമരത്തിന്റെ സന്ദേശം എത്തിക്കണം. ജനങ്ങളും കൂടെ നന്മയുടെ ഈ ആവശ്യം ബോധ്യപ്പെടുത്തേണ്ടത്, സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൂടെ എന്റെ പിന്നിലുള്ള ലക്ഷ്യമാണ്. അപ്പോൾ എല്ലാ കാലത്തും ഞങ്ങൾക്ക് നല്ല പിന്തുണ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. വേണ്ട പോലെ ഇല്ലെങ്കിൽ തന്നെയും മിതമായ രീതിയിലെങ്കിലും നിങ്ങളെ വാർത്തകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ പിന്നെ അത് പല കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ഇത്തരം സജീവമായിട്ട് സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സംഘടനയാണ് നന്മ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെലിബ്രിറ്റികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയല്ല, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന തലത്തിലുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അതിന് മുന്നോട്ട് പോരാൻ നിങ്ങളുടെയൊക്കെ നല്ല സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. സ്റ്റേറ്റിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന്
പത്രസമ്മേളനം നടക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലാ അതിപ്പോ കമ്മിറ്റി അങ്ങനെ നടത്താൻ തീരുമാനിച്ചു. ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി പത്രസമ്മേളനം ഇപ്പൊ കോഴിക്കോട് തൃശ്ശൂർ നടത്തിയാലും അത് സ്റ്റേറ്റ് മൊത്തം വരില്ല. തൃശ്ശൂർ ജില്ലയിൽ മാത്രം വരാറുള്ളൂ എന്നുള്ള അതങ്ങനെ തിരിച്ചറിവുള്ള അപ്പൊ എല്ലായിടത്തും അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം ആ രീതിയിൽ വരാൻ വേണ്ടി